പാലക്കാട് CPM-ന്റെ പ്രതിഷേധ പരിപാടി നടക്കുകയാണ്. പോലീസിന്റെ അതിക്രമം ഉണ്ടായി എന്നതാണ് ആരോപണം. CPM പ്രതിഷേധത്തിൽ അല്പം നേരിയ സംഘർഷം ഉണ്ടാകുന്നു എന്നാണ് പാലക്കാട്ട് നിന്നുള്ള ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. പാലക്കാട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപം അവിടെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോലീസ് അതിക്രമം ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഭരണമാറ്റത്തിന് ശേഷമുള്ള ആദ്യ അടി പൊട്ടുകയാണ് പാലക്കാട് എന്ന് പറയേണ്ടി വരും. പോലീസിനെതിരെ നിലപാട് സ്വീകരിക്കുകയാണ്. നേരത്തെ ഇപ്പോൾ പ്രതിപക്ഷത്തെ UDF ഉള്ളപ്പോൾ പലവിധ പോലീസ് നടപടികൾ, രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പാലക്കാട് ഭരണനഷ്ടം ഉണ്ടായതിന് പിന്നാലെ പോലീസിനെതിരെ ആദ്യ പ്രതിഷേധം അത് പാലക്കാടാണ് ഉണ്ടാകുന്നത്. CPM-ന്റെ പ്രതിഷേധ പരിപാടിയുടെ ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കാണുന്നത്. കുട്ടികളാണ് കുറെ അധികം ഉണ്ടായിരുന്നത്. പിന്നെ ഗോകുൽ വിവരങ്ങൾ പറയൂ. സംഘർഷമുണ്ടോ? സാഹചര്യം എന്താണ്? ഏത് പ്രകടനങ്ങൾ പോകുമ്പോഴും മറ്റ് പ്രശ്നങ്ങളൊക്കെ തന്നെ ശാന്തമായി പ്രവർത്തകർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോൾ അവിടെ KC വേണുഗോപാലിന്റെ ഫ്ലക്സും അതോടൊപ്പം തന്നെ UDF-ന്റെ ഫ്ലക്സും അതോടൊപ്പം തന്നെ മറ്റ് UDF-ന്റെയും അതോടൊപ്പം തന്നെ INTUC-ന്റെയും മറ്റും കൊടി തോരണങ്ങളും ഉണ്ടായിരുന്നു. ഈ കൊടിയും അതോടൊപ്പം തന്നെ ഫ്ലക്സും ആണ് ഇവിടെ വന്ന പ്രവർത്തകർ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് പോലീസും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളും ഇടപെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ വലിയൊരു പ്രതിഷേധം പാലക്കാട് നിന്നുണ്ടാകുന്നു. ഈ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന CPM-ന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്ന ആദ്യ പ്രതിഷേധമായി തന്നെ നമുക്ക് ഇതിനെ കണക്കാക്കാം. കഴിഞ്ഞ ദിവസം പാർട്ടി CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക്, അതായത് ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. ആ പ്രതിഷേധം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ UDF-ന്റെ ആഹ്ലാദ പ്രകടനം എത്തിയപ്പോൾ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. അതിനുശേഷം അതിലിടപെട്ട പോലീസ് CPM പ്രവർത്തകരെ പാർട്ടി ഓഫീസിൽ കയറി മർദ്ദിച്ചു എന്നുള്ളത് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ പ്രതിഷേധം ആദ്യം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെയാണ് വന്നുകൊണ്ടിരുന്നത്. അതിനിടയിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫ്ലക്സുകളും അതോടൊപ്പം തന്നെ മറ്റ് INTUC-യുടെയും അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസിന്റെ പതാകകൾ പ്രവർത്തകർ വലിച്ചു കീറിയതും ആയ സംഘർഷമാണ് ഉണ്ടായത്. പാലക്കാട് CPM-ന്റെ പ്രതിഷേധമാണ്. അത് പോലീസിനെതിരായ പ്രതിഷേധമാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം. പോലീസ് അതിക്രമം ഉണ്ടായി എന്നതാണ്. കോൺഗ്രസിന്റെ പിന്തുണയിലാണ് പോലീസ്, അല്ലെങ്കിൽ ഭരണമാറ്റത്തിന്റെ സാഹചര്യത്തിലാണ് പോലീസ് അതിക്രമം നടത്തിയത് എന്നാണ് CPM-ന്റെ AK പാണ്ഡെ ഉൾപ്പെടെ ആരോപണം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധ പരിപാടി പാലക്കാട് സംഘടിപ്പിക്കുന്നത്. പോലീസിനെ ഓഫീസിനകത്ത് പുറത്താക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് വെച്ച് അതിമൃഗീയമായ രീതിയിൽ